ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. Yes. Good evening to all of you. Good evening, sir. Good evening, sir. Okay. Good evening, sir. Then let us start our today's class with the synonyms. Okay. അപ്പോൾ synonyms തന്നെ നിങ്ങൾക്ക് ആദ്യം തരാം. അതിൽ ആദ്യത്തെ വേർഡാണ് ODS. ODIOUS. Class ഉണ്ട് ട്ടോ എനിക്ക്. ODS. ഇത് ശ്രദ്ധിക്കാൻ നിങ്ങളവിടെ ആവശ്യമില്ലാണ്ട് ശബ്ദിക്കരുത്. ഓക്കെ. ഓക്കെ, ഫസ്റ്റ് വേർഡ് ODS. ODIOUS. ODS. ODS എന്ന വാക്കിന്റെ മീനിങ് ഹെയ്റ്റ്ഫുൾ അല്ലെങ്കിൽ റിപ്പൾസീവ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെറുപ്പ് ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്ന, അപ്രിയമായ. ആ പദത്തിന്റെ സിനണിം ഏതാണെന്ന് നിങ്ങൾ തന്നെ പറയാം. ഓപ്ഷൻ വായിക്കാം. ഒന്ന് ബ്യൂട്ടിഫുൾ. ഓപ്ഷൻ എ ബ്യൂട്ടിഫുൾ എന്നാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മനോഹരമായ, അല്ലെ? ഓപ്ഷൻ ബി വണ്ടർഫുൾ. വണ്ടർഫുൾ. വണ്ടർഫുൾ മീൻസ് അത്ഭുതകരമായ, ഹാവിംഗ് ഓർ ഷോയിങ് വണ്ടർ. ഓപ്ഷൻ സി ഹേറ്റ്ഫുൾ. HATEFUL. ഹേറ്റ്ഫുൾ. ഓപ്ഷൻ ഡി ചീർഫുൾ. ചീർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷദായകമായ അല്ലെങ്കിൽ സന്തുഷ്ടിയുള്ള. ഓഫ് ഗുഡ് സ്പിരിറ്റ്സ്. ജോയ്ഫുൾ എന്നൊക്കെ നമുക്ക് അതിന് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ODS എന്താ? അതിന്റെ സിനണിം ഏതായിരിക്കും? ഹേറ്റ്ഫുൾ. ODSന്റെ സിനണിം ഹേറ്റ്ഫുൾ എന്ന വേർഡാണ്. ഓക്കെ. FULL എന്നില്ല, FUL. വർഷ. HATEFUL എന്ന് മാത്രമേ ഉള്ളൂ, FULL എന്നില്ല. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. The synonym of the word jubilant. JUBILANT. ജൂബിലന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പദമാണ്. എന്റെ മീനിങ് സന്തോഷിച്ചാടുന്ന അല്ലെങ്കിൽ തിമിർത്ത് ഉല്ലസിക്കുന്ന, ജയഘോഷം മുഴക്കുന്ന. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ റിജോയ്സിങ്. REJOICING. റിജോയ്സിങ്, ട്രയംഫന്റ്. ഇപ്പോ ജൂബിലന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം അത്യന്തം സന്തോഷമുള്ള അല്ലെങ്കിൽ സന്തോഷിച്ചാടുന്ന എന്നാണ് ആ വാക്കിന്റെ മീനിങ്. എന്റെ നൗൺ ഫോം ആണ് ജൂബിലേഷൻ. ഇപ്പോ ജൂബിലന്റ് എന്ന ഈ അജക്റ്റീവിന്റെ സിനണിം ഏതാണെന്ന് പറയാം. ഓപ്ഷൻ എ എക്സൾട്ടന്റ്. നല്ല പദമാണത്. EXULTANT. എക്സൾട്ടന്റ്. എക്സാൾട്ട് എന്ന വേർഡ് ഉണ്ട്, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്സൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദിക്കുന്ന, വെരി ഹാപ്പി or showing great feeling of joy. Option B expectant. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലൊരു പദമാണ് എക്സ്പെക്ടന്റ്. EXPECTANT. എക്സ്പെക്ടന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടിങ്, പ്രതീക്ഷിച്ചിരിക്കുന്ന. പിന്നെ ഓഫ് പാരന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം കാത്തിരിക്കുന്ന എന്നർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്.
ഈസ് ഷീ എക്സ്പെക്ടന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഷീ പ്രഗ്നന്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എക്സ്പെക്ടന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടിങ്. ഓപ്ഷൻ സി ആണ് കൺസൾട്ടന്റ്. CONSULTANT. കൺസൾട്ടന്റ്. കൺസൾട്ടന്റ് എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്കറിയാം. വൺ ഹു ഗിവ്സ് അഡ്വൈസ്. ഉപദേശം നൽകുന്നയാൾ. ഓപ്ഷൻ ഡി ഏതാണ്? എക്സ്റ്റിങ്ക്ട്. EXTINCT. എക്സ്റ്റിങ്ക്ട്. എക്സ്റ്റിങ്ക്ട് എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? നാമാവിശേഷമായ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച. വംശനാശം എന്നല്ല, വംശനാശം എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ഷൻ എന്ന പദമാണ്, നൗൺ ഫോം ആണ്. എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. വംശനാശം വന്ന അല്ലെങ്കിൽ നാമാവിശേഷമായ. ഡൈനോസോഴ്സ് ആർ എക്സ്റ്റിങ്ക്ട്, which means they are no longer in existence. Dodo birds are also extinct. അപ്പൊ എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ച അല്ലെ നാമവിശേഷമായ. അപ്പൊ ജൂബിലന്റ് എന്നുള്ളതിന്റെ സിനണിം ഏതായിരിക്കും? യെസ്, സജിത് രാജ് ശരിയാണ്. ജൂബിലന്റിന്റെ സിനണിം എക്സൾട്ടന്റ്. ഓക്കെ. അപ്പൊ ഈ 4 ഓപ്ഷൻ ഞാൻ വായിക്കണത് അതിന്റെ മീനിങ് കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ അത് കുറിച്ച് വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. മെലങ്കളി, MELANCHOLY. MELANCHOLY. മെലങ്കളി മീൻസ് ശോകം, ദുഃഖം, വ്യഥ അല്ലെങ്കിൽ കുണ്ഠിത ഭാവം. Habitual or continual tendency to sadness. അതിനെയാണ് മെലങ്കളി എന്ന് പറയുന്നത്. അതിന്റെ സിനണിം ഏതാണെന്ന് പറയണം. അപ്പൊ മെലങ്കളി എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണ്. അതിന്റെ അഡ്ജക്റ്റീവൽ ഫോം എന്ന് പറഞ്ഞാൽ മെലങ്കളിക് എന്നാണ്. അപ്പൊ ഓപ്ഷൻ എ ഒന്ന് ക്രുവൽറ്റി. CRUELTY. ക്രുവൽറ്റി. ക്രുവൽറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ക്രൂരത അല്ലെങ്കിൽ ബീസ്റ്റ്ലെസ്നെസ്, ദാറ്റ് ഈസ് മൃഗസ്വഭാവം. ഓപ്ഷൻ ബി നോക്കാം. അഫക്ഷൻ. AFFECTION. എന്താ അഫക്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മമത, വാത്സല്യം, പ്രണയം. പിന്നെ ഈ അഫക്ഷൻ എന്ന വേർഡ് വ്യാധി അഥവാ രോഗം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അഫക്ഷൻ വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണത്. അഫക്ഷൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം അല്ലെങ്കിൽ സ്നേഹം, പ്രണയം, മമത എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അഫക്റ്റേഷൻ എന്നൊരു വേർഡ് കൂടി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അഫക്റ്റേഷൻ. AFFECTATION. അഫക്റ്റേഷൻ. അതായത് അഫക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നാട്യം അല്ലെങ്കിൽ അഭിനയം. അപ്പോ അഫക്ഷൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം,
ഓപ്ഷൻ സി വായിക്കാം, സിമ്പതി, SYMPATHY. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണ് സിമ്പതി. സഹതാപം അല്ലെങ്കിൽ അനുകമ്പ, കമ്പാഷനേറ്റ് ഫീലിംഗ്. സിമ്പതി ആൻഡ് എമ്പതി, അതിന്റെ ഡിഫറൻസ് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. എമ്പതി മീൻസ് തന്മയി ഭാവശക്തി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അടുത്തായിട്ട് പറയുന്നത്. സിമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പ അല്ലെങ്കിൽ സഹതാപം. ഓപ്ഷൻ ഡി ഗ്ലൂം, GLOOM. ഗ്ലൂം എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണ്. അതിന് പല ഡിഫറെന്റ് ലെവൽസ് ഓഫ് മീനിങ് ഉണ്ട്. ഒന്ന് രണ്ട് ഞാൻ പറയാം. ഒന്ന് ഗ്ലൂം എന്ന് പറഞ്ഞാൽ അതിന്റെ സാധാരണ സെൻസ് ഇരുട്ട്, ഡാർക്ക്നെസ്, അല്ലെങ്കിൽ മങ്ങൽ എന്നൊക്കെ നമുക്ക് പറയാം. കൂടാതെ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലൂം എന്ന് പറഞ്ഞാൽ വിഷാദം, സങ്കടപ്പെട്ടിരിക്കുന്ന എന്ന് നമുക്ക് പറയാൻ പാടില്ല. അത് ഗ്ലൂമി എന്നാണ് തന്നെ. ഗ്ലൂം എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണ്, വിഷാദം അല്ലെങ്കിൽ ആകുലഭാവം. അപ്പൊ തന്നെ പറഞ്ഞ പോലെ ഗ്ലൂമി എന്നാണെങ്കിൽ വിഷാദത്തോടെ ഇരിക്കുന്ന. നിങ്ങൾ ആ ഡിഫറൻസ് ആണ് മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ. മ്ലാനത, മ്ലാനമായ എന്നല്ല, മ്ലാനത. ഹോപ്പ്ലെസ്നെസ് ഓർ ഡെസ്പോണ്ടൻസി. അപ്പൊ ഇതില് മെലങ്കളി എന്നുള്ളതിന്റെ സിനണിം ഏതായിരിക്കും? ഗ്ലൂം. മെലങ്കളി എന്നുള്ളതിന്റെ സിനണിം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഗ്ലൂം എന്ന വേർഡാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്, QUEST. നല്ലൊരു വേർഡാണ്, QUEST. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷണം അല്ലെങ്കിൽ തിരിച്ചറിയൽ, തിരച്ചിൽ, ആക്ട് ഓഫ് സെർച്ചിങ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ മീനിങ്. ക്വസ്റ്റ്, QUEST. ഇതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള മറ്റൊരു വേർഡാണ് ഇൻക്വസ്റ്റ്. INQUEST. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് ഇൻക്വസ്റ്റ്. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി, അതായത് ശവപരിശോധന. അപ്പോ ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരച്ചിൽ അഥവാ അന്വേഷണം. അതിന്റെ സിനണിംസ് ഏതാണെന്ന് പറയാ. ഒന്നാമത്തെ വേർഡ് ഇതാണ്, റെസ്റ്റ്, REST. റെസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം, REST. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വിശ്രമം എന്നാണ് അതിന്റെ അർത്ഥം. വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴോ വിശ്രമിക്കുക. ആ വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾ. When this word rest is used as a verb, be in a still position. But when it is used as a verb, it means to take rest. ഓപ്ഷൻ ബി പറയാം, ക്വിൽറ്റ്, QUILT. QUILT, ക്വിൽറ്റ്. ക്വിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെറുമെത്ത, ഓസടി എന്നൊക്കെ നമ്മൾ പറയും. തിക് ഓർ വാം കവർലെറ്റ്, അതാണ് ക്വിൽറ്റ്. ഓപ്ഷൻ സി, സെർച്ച്, SEARCH. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പറയണമെന്നില്ല. അന്വേഷിക്കുക, അല്ലെ, തേടി നടക്കുക. ഓപ്ഷൻ ഡി, ഡിസയർ, DESIRE. ഡിസയർ എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആഗ്രഹം അല്ലെങ്കിൽ മോഹം, പിന്നെ
കാമമോഹം എന്നൊക്കെ നമുക്ക് അതിന് പറയാം. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആഗ്രഹിക്കുക, മോഹിക്കുക എന്നൊക്കെയാണ് അതിന്റെ മെയിൻ. അപ്പോ ക്വസ്റ്റ് എന്ന ആ വേർഡിന്റെ സിനോണിം ഇതിൽ ഏതായിരിക്കും? SEARCH. റെഡി? നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യൻ QUEST, ക്വസ്റ്റ്. ആര്യ? QUEST, ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരച്ചിൽ അല്ലെങ്കിൽ അന്വേഷണം. അതിന് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് ഒന്ന് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് റിലാക്സേഷൻ ഫ്രം വർക്ക് ഓർ വറി, വിശ്രമം എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന് ക്വിൽറ്റ്, ചെറുമെത്ത അല്ലെങ്കിൽ കോസടി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്നറിയില്ല. നെക്സ്റ്റ് സെർച്ച്, SEARCH, സെർച്ച്, അന്വേഷിക്കുക അല്ലെങ്കിൽ അന്വേഷണം. ഓപ്ഷൻ ഡി ഡിസയർ, ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹിക്കുക. ഓക്കെ, ഫിഫ്ത്ത് വേർഡ് ഇതാണ്, സ്ലാൻഡർ. SLANDER. SLANDER. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മേക്ക് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഡാമേജിങ് അനദേഴ്സ് റെപ്യൂട്ടേഷൻ. അപവാദം അല്ലെങ്കിൽ ദുരാരോപണം എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപവാദം അല്ലെങ്കിൽ ദുരാരോപണം, ഇല്ലാത്തത് പറച്ചിൽ. അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. അത് വെർബായിട്ട് ഒരു ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അപവാദം പരത്തുക അല്ലെങ്കിൽ ദുരാരോപണം പരത്തുക. ഓക്കെ, അപ്പൊ സ്ലാൻഡർ എന്നുള്ളതിന്റെ സിനണിംസ് ഇതിൽ ഏതാണെന്ന് പറയാ. ഒന്ന് പ്രൈസ്, PRAISE. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? PRAISE. പ്രൈസ് ദ ലോർഡ്, പുകഴ്ത്തുക അല്ലെങ്കിൽ സ്തുതിക്കുക. ഇൻ പ്രൈസ് ഓഫ് എന്ന ഒരു ഫ്രേസ് തന്നെയുണ്ട്. ഇൻ പ്രൈസ് ഓഫ് ദ ലോർഡ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അപ്പൊ PRAISE, പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്, അപ്ലോഡ്. APPLAUD, അപ്ലോഡ്. അപ്ലോഡ് ആണ്, അപ്ലോഡ് അല്ല, അപ്ലോഡ്. APPLAUD. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ അഭിനന്ദനം പ്രകടിപ്പിക്കുക, എക്സ്പ്രസ് അപ്രൂവൽ. അതിന്റെ മറ്റൊരു മീനിങ് ആണ് കരഘോഷം ചെയ്യുക അല്ലെങ്കിൽ കൈയടിക്കുക. ഷോ എൻജോയ്മെന്റ് ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഓപ്ഷൻ സി ഡിഫെയിം, DEFAME, ഡിഫെയിം. ഫെയിം എന്ന് പറഞ്ഞാൽ എന്താ? കീർത്തി. ഡിഫെയിം എന്ന് പറഞ്ഞാൽ കീർത്തി ഇല്ലാതാക്കുക, അതായത് ആരോപണം പറയുക. ഡിഫെയിംഡ് അല്ല, ഡിഫെയിം. ഇതിന്റെ മീനിങ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറെ പദങ്ങളുടെ മീനിങ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ സിനണിംസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൊക്കാബുലറിയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി കൂടി വായിക്കട്ടെ. കമന്റ്, COMMEND. നോക്കാം, COMMEND, കമന്റ്. കമന്റ് എന്ന് പറഞ്ഞ വേർഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കമന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ വിശ്വാസപൂർവം ഏൽപ്പിക്കുക. ഗിവ് ഇൻ ചാർജ്, ശുപാർശ ചെയ്യുക എന്നർത്ഥമുണ്ട്. അതിന് പുകഴ്ത്തുക എന്നർത്ഥമുണ്ട്.
ഇപ്പൊ കമന്റ് എന്ന വേർഡിന്റെ അഡ്ജക്റ്റീവ് ആണ് കമൻഡബിൾ. ശ്രേഷ്ഠമായ, കമൻഡബിൾ സർവീസ്. അപ്പോ സ്ലാൻഡർ എന്നുള്ളതിന്റെ സിനണിം ഏതായിരിക്കും? ഡിഫെയിം. ഉണ്ടോ? ഡിഫെയിം ആണ് സ്ലാൻഡർ എന്നുള്ളതിന്റെ സിനണിം. Then once again I will tell you this. Odious, synonym cheerful. Jubilant, synonym exultant. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ എന്നാണ് പറയണത്. ജൂബിലന്റിന് മറ്റ് സിനണിംസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റിജോയ്സിങ് എന്നുള്ള ഒരു സിനണിമാണ്, അത് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ല. അതുപോലെ ട്രയംഫന്റ് എന്നുള്ള ഒരു സിനണിമാണ്. Then third one, melancholy. മെലങ്കളി എന്നുള്ളതിന്റെ സിനണിം നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഗ്ലൂം. ക്വസ്റ്റ്, QUEST, ക്വസ്റ്റ്, അതിന്റെ സിനണിമാണ് സെർച്ച്. സ്ലാൻഡർ ആൻഡ് സ്ലെൻഡർ രണ്ട് പദങ്ങളാണ്. SLANDER, സ്ലാൻഡർ. അതിന്റെ മീനിങ് ആണ് ദുരാരോപണം. SLENDER, സ്ലെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലോലമായ. വ്യത്യാസമുണ്ട് മീനിങ്ങിൽ. അതായത് ഒരു വവ്വൽ മാറിയിട്ടുണ്ടെങ്കിൽ അർത്ഥത്തിൽ വളരെ വ്യത്യാസം വരും. അത് നമ്മുടെ ഈ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ആന്റണിംസിലേക്ക് നമുക്ക് കിടക്കാം. അതില് ആദ്യത്തേത്, ഞാനിവിടെ ആദ്യം തന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന്, ഓപ്പോസിറ്റ് ഓഫ് ക്വൈസെന്റ്, QUIESCENT. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഉച്ചാരണം നോക്കാം. ക്വൈസെന്റ്, QUIESCENT, ക്വൈസെന്റ്. ക്വൈസെന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ക്വൈസെന്റ് എന്ന വാക്കിന്റെ മീനിങ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വൈസെന്റ് മീൻസ് നോട്ട് ആക്റ്റീവ് ഓർ അറ്റ് റെസ്റ്റ്. നിശ്ചലമായ, മനസ്സിനെ കുറിച്ചും മറ്റും പറയുകയാണെങ്കിൽ നിർവികാരമായ. എ ക്വൈസെന്റ് മൈൻഡ്. അപ്പൊ ക്വൈസെന്റിന്റെ ഓപ്പോസിറ്റ് ഒന്ന്, ഓപ്ഷൻ എ ആക്റ്റീവ്, ACTIV, ആക്റ്റീവ്. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള പദമാണ് ആക്റ്റീവ്. എന്റെ മലയാളം സജീവമായ അല്ലെങ്കിൽ ഓജസ്സുള്ള, എന്തിനും പുറപ്പെടുന്ന. ഓപ്ഷൻ ബി ലേറ്റന്റ്, LATENT. ലേറ്റന്റ് നല്ല വേർഡാണത്. ലേറ്റന്റ്. The latent talents in children. We have to take out the latent talents in children. Latent means ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന. Existing in an undeveloped or hidden form. ലീനമായ. ഓപ്ഷൻ സി inert, INERT. ഇനർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡൾ ഓർ സ്ലോ, അനക്കമില്ലാത്ത, വിരസമായ എന്നൊക്കെയാണ് ആ വാക്കിന്റെ മീനിങ്. ഓപ്ഷൻ ഡി ഐഡിൽ, IDLE. നോക്കാം, IDLE, ഐഡിൽ എന്നാണ് ഉച്ചാരണം. ഇതുപോലെ തന്നെ നമുക്ക് തെറ്റിദ്ധരിക്കാവുന്ന ഒരു വേർഡാണ് IDEAL, IDEAL. അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ ഐഡിൽ എന്ന് പറഞ്ഞാൽ അലസമായ, ലേസി ഓർ ഡൂയിങ് നത്തിങ്. ഉദാസീനമായ. സജിത് രാജ്, ഉദാസീനം എന്ന് പറയരുത്. ഐഡിൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. അലസമായ.
അപ്പോ ക്വൈസന്റ് എന്നുള്ളതിന്റെ ആന്റണിം ഏതായിരിക്കും? ആക്റ്റീവ്. വെരി ഗുഡ്. നെക്സ്റ്റ്, അടുത്ത നല്ലൊരു വേർഡാണ്. സെക്കൻഡ് വൺ പറയട്ടെ. അതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാക്സിങ്. നല്ലൊരു വേർഡാണ്. WAXING. വാക്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ മോഡേൺ ഈ ഹെൽത്ത് കെയറിൽ വാക്സിങ് എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ വാക്സിങ് അതല്ല. വാക്സിങ് എന്ന് പറഞ്ഞാൽ ബിക്കം ലാർജർ, വലുതാവൽ. അത് മൂണിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ദ മൂൺ. വാക്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വാക്സിങ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ അല്ലേ? എന്താ ന്യൂ മൂൺ എന്ന് പറഞ്ഞാല്? മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ കറുത്ത വാവ്, അമാവാസി. ഫുൾ മൂൺ എന്ന് പറഞ്ഞാലോ പൗർണമി അഥവാ വെളുത്ത വാവ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മൂണിന്റെ ഈ രണ്ട് പ്രതിഭാസങ്ങളിൽ നിന്ന് ഇംഗ്ലീഷില് ഫ്രൈസൽ വെർബ് വരെ ഉണ്ടായിട്ടുണ്ട്. വാക്സ് ആൻഡ് വെയിൻ എന്നൊരു ഫ്രൈസൽ വെർബ് ഉണ്ട്. വാക്സ് ആൻഡ് വെയിൻ. വാക്സ് ആൻഡ് വെയിൻ മീൻസ്, അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വാക്സ് ആൻഡ് വെയിൻ എന്ന ആ ഫ്രൈസൽ വെർബിന്റെ മീനിങ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ആൾട്ടറിങ് സീക്വൻസ്. വലുതാവുകയും ചെറുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ വാക്സിങ് എന്ന ആ വാക്കിന്റെ ആന്റണിം ഏതാണെന്ന് നിങ്ങൾ പറയാ. ഒന്ന് അൺവാക്സിങ്. അൺവാക്സിങ് എന്ന ഒരു പദം ഇല്ല. ഓപ്ഷൻ ബി ഫെയ്ഡിങ്. FADING. ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ മങ്ങൽ. ഓപ്ഷൻ സി വെയിനിങ്. WANING. WANING. വെയിനിങ്. വെയിനിങ് മീൻസ് ഡിക്രീസിങ് ഇൻ സൈസ്. വാക്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? ബിക്കമിങ് ലാർജർ ഇൻ സൈസ്, വലുതായി കൊണ്ടിരിക്കുന്ന. വെയിനിങ് എന്ന് പറഞ്ഞാലോ ഡിക്രീസിങ് ഇൻ സൈസ്. ഓപ്ഷൻ ഡി ഡിസ്വാക്സിങ്. അപ്പൊ വാക്സിങ് എന്നതിന്റെ ആന്റണിം ഏതായിരിക്കും? വെയിനിങ്. വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് ദ മൂൺ. ഇപ്പൊ വാക്സിങ് മൂൺ ആൻഡ് വെയിനിങ് മൂൺ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ വാക്സിങ് മൂൺ is any phase of the moon during the lunar cycle between the new moon and the full moon. പൗർണമിക്കും അതുപോലെ അമാവാസിക്കും ഇടയിൽ ചന്ദ്രന് വരുന്ന ഭാവമാറ്റങ്ങളെയാണ് വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഈ വേർഡ് പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, തേർഡ് വൺ. അപ്പോ വാക്സിങ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് വെയിനിങ്. നെക്സ്റ്റ്, അടുത്തത് നല്ലൊരു വേർഡാണ് സ്ക്രപ്പുലസ്. SCRUPULOUS. സ്ക്രപ്ലെസ്. സ്ക്രപ്ലെസ് എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്ക് അനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്ന. മനസാക്ഷിക്ക് അനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്ന, നിഷ്കർഷയുള്ള എന്നൊക്കെ നമുക്ക് പറയാം. കെയർഫുൾ ടു ഡു നത്തിങ് റോങ്. സ്ക്രപ്ലെസ്.
സ്ക്രപ്ലെസ് ക്യാരക്ടർ. അതിന്റെ ആന്റണിം ഇതിലേതാണെന്ന് നിങ്ങൾ പറയാ. ഓപ്ഷൻ എ പ്രിസൈസ്, PRECISE, PRECISE. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായ അല്ലെങ്കിൽ കണിശമായ, exact or exactly defined. ഓപ്ഷൻ ബി നോക്കുക, കോഷ്യസ്, CAUTIOUS. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കോഷൻ എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ജാഗ്രത, CAUTION, കോഷൻ. ഇപ്പോ KSEBയുടെ ട്രാൻസ്ഫോമർ ഒക്കെ വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കോഷൻ, ജാഗ്രത. കോഷൻ എന്നുള്ളതിന്റെ അഡ്ജക്റ്റീവാണ് കോഷ്യസ്. അപ്പൊ കോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സജിത് രാജ്? വെരി ഗുഡ്, യു ആർ റൈറ്റ്. ജാഗ്രതയുള്ള, കെയർഫുൾ ഓർ വാച്ച്ഫുൾ എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓപ്ഷൻ സി ഏതാണെന്ന് നോക്കാം, ട്രാൻക്വിൽ, TRANQUIL. നല്ല ഒരു പദമാണ്, TRANQUIL, ട്രാൻക്വിൽ. ട്രാൻക്വിൽ എന്ന് പറഞ്ഞാൽ പ്രശാന്തമായ, അതായത് കലങ്ങാത്ത അല്ലെ കുലുങ്ങാത്ത, ഇളക്കം തട്ടാത്ത, ക്വയറ്റ്, കാം, പീസ്ഫുൾ. അതൊക്കെ അതിന്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാം. ട്രാൻക്വിൽ, ട്രാൻക്വിലിറ്റി എന്നാണ് അതിന്റെ നൗൺ ഫോം. പ്രശാന്തത. ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നിട്ട് അതിനെ വിശേഷിപ്പിച്ചത് എ സീ ഓഫ് ട്രാൻക്വിലിറ്റി എന്നാണ്, പ്രശാന്തതയുടെ സമുദ്രം. ഓപ്ഷൻ സി കെയർലെസ്, CARELESS. കെയർലെസ് എന്താന്ന് നിങ്ങൾക്കറിയാം? ശ്രദ്ധയില്ലാത്ത. അപ്പോ സ്ക്രപ്ലെസ് എന്നുള്ളതിന്റെ ആന്റണിം ഇതിൽ ഏതായിരിക്കും? Can anybody tell me? Okay, that is careless ആണ്. സ്ക്രപ്ലെസിന്റെ ഓപ്പോസിറ്റ് കെയർലെസ്. അപ്പൊ കെയർലെസ്ലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ അശ്രദ്ധയുള്ള. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കെയർലെസ്ലി, LY കൂടി നിങ്ങളോട് അതിൽ കൂട്ടിച്ചേർക്കുകയാണ്, കെയർലെസ്ലി. കെയർലെസ്ലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അശ്രദ്ധമായി, തീരെ ശ്രദ്ധയില്ലാതെ. അത് ആഡ്വർബാണ്. അതായത് വേർഡ് ക്ലാസ്സസിൽ നമുക്ക് ആഡ്വർബ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അതെ, ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ആഡ്വർബ്സ്. അശ്രദ്ധമായി. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ അതാണ്. നാലാമത്തെ വേർഡ് വായിക്കാം, ഫാക്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്, FACT. ഫാക്ട് എന്ന് പറഞ്ഞാൽ സത്യം അഥവാ യാഥാർത്ഥ്യം, റിയാലിറ്റി ഓർ ട്രൂത്ത്. വസ്തുത എന്ന് വേണമെങ്കിൽ പറയാം, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതിന്റെ ആന്റണിം ഇതിൽ ഏതാണെന്ന് പറയാം. ഓപ്ഷൻ എ വായിക്കാം, ഫിക്സേഷൻ, FIXATION, ഫിക്സേഷൻ. ഫിക്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക. ഫിക്സേഷൻ നൗൺ ഫോമായി ഉറപ്പിക്കൽ അല്ലെങ്കിൽ സ്ഥാപിക്കൽ, ആക്ട് ഓഫ് ഫിക്സിംഗ്. ഫിക്സേഷന്റെ മീനിങ് മനസ്സിലാക്കുക, ഫിക്സ്. ഇപ്പൊ ഒരു പദം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നൗൺ ഫോമും അതിൽ നിന്ന് അഡ്ജക്റ്റീവ് ഫോം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം, ആഡ്വർബൽ ഫോം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. ഇപ്പൊ ഫിക്സ് എന്ന് പറയുന്ന വേർഡ് തന്നെ നിങ്ങൾ നോക്കാം. അതിന്റെ ഫിക്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക അല്ലേ? പറയാം, FIX എന്ന് പറഞ്ഞ ഫിക്സ്. അതിന്റെ നൗൺ ഫോം FIXATION.
FIXATION, ഫിക്സേഷൻ എന്നാണ് ശരിക്കും ഉച്ചാരണം. ആക്ട് ഓഫ് ഫിക്സിങ്. ഓപ്ഷൻ ബി ഇതാണ് ഫിഗർ, FIGURE, ഫിഗർ. ഫിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രൂപം അല്ലെങ്കിൽ ഫ്രെയിം, ആകൃതി. അതും നോക്കാൻ നിങ്ങൾ ഫിഗർ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആകൃതിപ്പെടുത്തുക എന്നർത്ഥമുണ്ട്, രൂപപ്പെടുത്തുക എന്ന മീനിങ്. മറ്റൊന്ന് ഫിക്ഷൻ, FICTION. ഫിക്ഷൻ എന്ന വാക്കിന്റെ സാധാരണ മീനിങ് കെട്ടുകഥ അല്ലെങ്കിൽ അതെ സാങ്കല്പികമായ കഥ. സാഹിത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ ലിറ്റററി ഷാൻറ് comprising novel, stories and other imaginative writings. നോവല്, സ്റ്റോറീസ്, മറ്റ് കഥകള്, പിന്നെ ഇമാജിനേറ്റീവ്, ഭാവനാത്മകമായിട്ട് എഴുതിയിട്ടുള്ള കൃതികൾ, ഇവയെല്ലാം അടങ്ങുന്നതിനാണ് ഫിക്ഷൻ എന്ന് നമ്മൾ പറയണത്. അതായത് കെട്ടുകഥ അല്ലെങ്കിൽ കൽപ്പിത കഥ. ഫേബിൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, FABLE, ഫേബിൾ. എന്താണത്? ഫേബിൾ. അത് ഫീബിൾ ആണ്, FEEBLE ആണ്. FABLE, ഫേബിൾ. ഫേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈസപ്പ് is the teller of fables, is the father of fables. ഫേബിൾ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, നാടോടിക്കഥ എന്ന് നമ്മൾ പറയില്ലേ. ഓക്കെ. മറ്റൊന്ന് ഓപ്ഷൻ ഡി ഇതാണ് ഫിറ്റ്നസ്, FITNESS. അത് ഈ കോണ്ടെക്സ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഓപ്ഷൻ തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫാക്ട് എന്ന ആ വാക്കിന്റെ ആന്റണിം ഏതായിരിക്കും? ഫിക്ഷൻ. ഓക്കെ, ഫിഫ്ത് വൺ, അഞ്ചാമത്തെ നിങ്ങളോട് പറയാം. മെഴ്സിഫുൾ, MERCIFUL, മെഴ്സിഫുൾ. മെഴ്സിഫുൾ, മെഴ്സി എന്ന് പറഞ്ഞാൽ കാരുണ്യം അല്ലെങ്കിൽ കൃപ അല്ലെ. അതിന്റെ കൂടെ ഫ്യൂയൽ എന്ന് ചേർത്ത് കഴിഞ്ഞപ്പോ എന്തായി? അത് അഡ്ജക്റ്റീവായി. അപ്പൊ കാരുണ്യമുള്ള അല്ലെങ്കിൽ കൃപയുള്ള, ദയാലുവായ എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. കൈൻഡ് ഹാർട്ടഡ് ഓർ ടെൻഡർ, കരുണയുള്ള. അപ്പൊ മേഴ്സിഫുൾ അതിന്റെ ആന്റണിം ഏതാന്ന് പറയാ? ഒന്ന് അൺമേഴ്സിഫുൾ, അങ്ങനെ ഒരു പദമില്ല. പിന്നെ ഇമ്മേഴ്സിഫുൾ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ് അത്. മറ്റൊന്ന് ഡിസ്മേഴ്സിഫുൾ. ഓപ്ഷൻ ഡി മെഴ്സിലസ്, MERCILESS, മെഴ്സിലസ്, കരുണയില്ലാത്ത. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെൻസുകളെ കുറിച്ച് എത്രത്തോളം പറഞ്ഞു തന്നു? ടെൻസ് നമ്മൾ പറഞ്ഞിരുന്നോ? അത് പൂർണ്ണമായോ? ഇല്ല. എവിടം വരെ പറഞ്ഞു തന്നു? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലെ? അത് പൂർണ്ണമായില്ലല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ പറഞ്ഞു തന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞു. അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക, അല്ലാതെ നിങ്ങളൊന്ന് വിശദമാവണം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ടെൻസിന്റെ സ്ട്രക്ചർ ഒന്ന് പറയാമോ? നിങ്ങൾ ആരെങ്കിലും എഴുതി കാണിക്കുക. ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം, കാരണം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ശബ്ദിക്കും. യെസ്. സബ്ജക്ട് പ്ലസ് ആം ഈസ് ഓർ, ആം ഈസ്, ആം ഓർ ഈസ്, ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ശരി, അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലേ?
നെക്സ്റ്റ് ടെൻസ് ഒന്ന് വേഗം തീർക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ടെൻസ് ആണ്. അടുത്ത പ്രസന്റ് ടെൻസിന്റെ സബ് ഡിവിഷനിൽ അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കൂ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രസന്റിൽ പെർഫെക്റ്റ് ആയ ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു പ്രവൃത്തി നടക്കുകയും അതിന്റെ ഫലം പറയുന്ന സമയത്ത് നിലകൊള്ളുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്? ഒരു റീസെന്റ്ലി കംപ്ലീറ്റഡ് ആക്ഷൻ, ഈ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ചെയ്തു തീർത്ത ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ, അതിന്റെ ഉപയോഗം ഞാൻ പിന്നെ പറയാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോം, അതിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസ് എന്നപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഹാസ് എന്ന് നമ്മൾ എപ്പോൾ ഉപയോഗിക്കും? സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോൾ. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്കൊക്കെ അറിയാം. ഹാവ് എന്ന് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കുമ്പോഴാണ്. അപ്പോ ഇനി അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് കൂടി പറയാൻ സെന്റൻസ് നിങ്ങൾ രണ്ടോന്നെണ്ണം കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ദ ടൈം ഇസ് നോട്ട് ഗിവൺ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു വാക്യമാണ്. പക്ഷേ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഉപയോഗങ്ങളെ കുറിച്ചൊന്നുകൂടി നിങ്ങളോട് പറയട്ടെ. അതായത് കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി, അതും പ്രത്യേകം സമയം തന്നിട്ടില്ലാത്ത പ്രവൃത്തികളെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ പറയാണ് ഐ ഹാവ് സീൻ ഹർ, ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. അതെപ്പോഴാണെന്നൊന്നും പറയാനില്ല. ദേ ഹാവ് ഗോൺ, അവർ പോയി കഴിഞ്ഞു. ഉണ്ടോ? അപ്പൊ ഇങ്ങനെ സമയം വ്യക്തമാക്കാത്ത പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഇത് പറയാം. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു റീസെന്റ്ലി കംപ്ലീറ്റഡ്, ഏതാനും നിമിഷങ്ങൾക്കോ മണിക്കൂറുകൾക്കോ മുമ്പ് കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ്. എന്നാൽ ഇന്നലെ കഴിഞ്ഞു പോയോ ഒരു വർഷം മുമ്പ് കഴിഞ്ഞു പോയതോ ആയിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കരുത്. അതിന് നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. സിമ്പിൾ പാസ്റ്റ്. ഞാൻ അവളെ കഴിഞ്ഞ വർഷം കണ്ടു. നമ്മൾ അങ്ങനെ പറയും ഐ saw her last year or I saw her yesterday. ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അവളെ കണ്ടു എന്ന് നമ്മൾ എങ്ങനെ പറയും? I have seen her a few minutes ago. See that difference? അതായത് വളരെ തൊട്ടടുത്ത സമയത്ത് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ കുറിച്ച് പറയാനേ സമീപ ഭൂതകാലത്ത് നടന്നിട്ടുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോ ജസ്റ്റ്, ഓൾറെഡി അങ്ങനെയുള്ള പദങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഓൾറെഡി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സബ്ജക്ട് പ്ലസ് ഹാസ് പ്ലസ് ജസ്റ്റ് ഓർ ഓൾറെഡി. ഹാസിനും മെയിൻ വെർബിനും ഇടയിലായിരിക്കണം ജസ്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി ഉപയോഗിക്കേണ്ടത്. അവളുടെ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നമ്മൾ എങ്ങനെ പറയും? ഷീ ഹാസ് ജസ്റ്റ് ഗോൺ. ഷീ ഹാസ് ഗോൺ ജസ്റ്റ് എന്ന് പറയരുത്. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ. ഞാൻ ഫീസ് ഇപ്പൊ അടച്ചതേയുള്ളൂ. ഐ ഹാവ് already paid my fees.
അപ്പൊ ജസ്റ്റും ഓൾറെഡി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഹാവ് ഓർ ഹാസ്, ഓൾറെഡി ഓർ ജസ്റ്റ് പ്ലസ് V3. മെയിൻ വെർബിനും ഓക്സിലിയറി ആയിട്ടുള്ള ഹാവ് ഓർ ഹാസിനും ഇടയിലായിരിക്കണം ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ്. ഇപ്പൊ ട്രെയിൻ ഇതിനകം പോയി കഴിഞ്ഞു. നിങ്ങളിപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ട്രെയിൻ ഇതിനകം പോയി കഴിഞ്ഞു. The train has already left. അവർ ഇതിനകം അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. നമുക്ക് എങ്ങനെ പറയാം? അവർ അല്ലെങ്കിൽ അവൾ ഇതിനകം അവളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അവൾ സബ്മിറ്റ് ചെയ്തത്. നമ്മൾ എങ്ങനെ പറയും? ഷീ ഹാസ്, ദേ ഹാവ് ഓൾറെഡി സബ്മിറ്റഡ് ദർ അസൈൻമെന്റ്. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് is mainly used for an action that has happened recently or the immediate past. ഏതാനും അടുത്തയിടെ നടന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ സമയം പ്രതിപാദിക്കാത്ത പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയാനും പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കും. അതിന്റെ സ്ട്രക്ചർ ഇതാണ്: സബ്ജക്ട് പ്ലസ് has or have plus V3, that is past participle form of the verb plus object. So then you have to remember one thing as well, that is when the subject is singular, has is used. When the subject is plural, have is used. That's all. അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അതിന് മറ്റ് ഉപയോഗങ്ങളൊന്നും വേറെ ഇല്ല. വേറെ ഓഡിയോ വരണ്ടോ? അറിയില്ലോ. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ്. യെസ്, നോക്കാം. ചിലരുടെ സംശയമായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസിന്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അജിത്ത്, എന്താ ഡിസ്റ്റർബൻസ്? ഓക്കെ, ഇതും കൂടി പറയട്ടെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അടുത്ത. വോയിസ് വരണുണ്ടോ? എന്താണാവോ? റിജോ, നോക്കാം. ഇപ്പൊ റെഡിയാക്കാം. അടുത്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം മനസ്സിലാക്കണം. ഏത് ടെൻസിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ആദ്യം തന്നെ അതിന്റെ സ്ട്രക്ചർ ആണ് മനസ്സിലോടിയെത്തേണ്ടത്. ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ഇതാണ്. ആദ്യം സബ്ജക്ട് പ്ലസ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കാം. പിന്നെ ING ഫോം ഓഫ് ദ വെർബ് ഓർ വെർബൽ നൗൺ പ്ലസ് ഓബ്ജക്ട്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. യെസ്, പക്ഷെ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഓരോ ടെൻസും ഉപയോഗിക്കുന്നതിന് ഓരോ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന ആ സാഹചര്യം ഏതാണ്? തന്നെ പറയുന്നുണ്ട്. ഭൂതകാലത്തിൽ ആരംഭിക്കുകയും
ഇപ്പോഴും ഉള്ളതല്ല തുടർന്നു കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ്. ഭൂതകാലത്ത് ആരംഭിക്കുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ്. നമ്മൾ അങ്ങനത്തെ പ്രവൃത്തികൾ ഒരുപാട് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയണ, ഞാൻ ഈ സ്മാർട്ട് ശ്രീ അക്കാദമിയിൽ കഴിഞ്ഞ 2 വർഷമായി പഠിപ്പിച്ചു വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, 2 വർഷം മുമ്പ് ഞാൻ ഇവിടെ പഠിപ്പിക്കൽ ആരംഭിച്ചു. ഞാൻ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ ആരംഭിച്ചു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സ്മാർട്ട് ശ്രീ അക്കാദമിയിൽ കഴിഞ്ഞ 2 വർഷമായി പഠിപ്പിച്ചു വരികയാണ്. നമ്മൾ അങ്ങനെ പറയും, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇൻ സ്മാർട്ട് ശ്രീ അക്കാദമി ഫോർ ദ ലാസ്റ്റ് 2 years. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനോടൊപ്പം ഉപയോഗിക്കുന്ന 2 സ്പെഷ്യൽ വേർഡ്സ് ആണ് സിൻസ് ആൻഡ് ഫോർ. സിൻസ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനാണ്. ഫോർ എന്ന് ഉപയോഗിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാനാണ്, ഒരു കാലയളവിനെ കാണിക്കാനാണ്. ഓക്കെ, പീരീഡ് ഓഫ് ടൈം. ഇനൂനി. ഇനൂനിയുടെ നാട് എവിടെയാണ്? ആ സ്ഥലം പറയാം, ഞാനൊരു എക്സാമ്പിൾ പറയാം. വർക്കല. അപ്പോ 1980 മുതൽ ഇനൂനിയും കുടുംബവും വർക്കലയിൽ താമസിച്ചു വരികയാണ്. എങ്ങനെ പറയും നമ്മൾ? 80-ൽ തുടങ്ങിയതാണ് ഇനൂനി, ഫാദർ, മദർ, ഫാമിലി എല്ലാം. അപ്പൊ ഇനൂനി കുടുംബവും 1980 മുതൽ വർക്കലയിൽ താമസിച്ചു വരികയാണ്. Can you express or say this sentence in English by using present perfect continuous? സിൻസ് നിങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അവസാനം ഉപയോഗിക്കുന്നതാണ്. ധന്യ എഴുതിയിട്ടുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ഇനൂനി ആൻഡ് ഹിസ് ഫാമിലി ഹാവ് ബീൻ ലിവിംഗ് ലിവിംഗ് വർക്കല എന്നല്ല, ലിവിംഗ് അറ്റ് വർക്കല. ലിവിംഗ് അറ്റ് വർക്കല സിൻസ് 1980. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സംശയങ്ങൾ ചോദിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റ് ടെൻസ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞു. സംശയങ്ങൾ ഇപ്പൊ ചോദിക്കാം. ജസ്റ്റ് എ മിനിറ്റ്. സംശയം ചോദിക്കാൻ വേറെ ഞാനിവിടെ അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചിട്ട്. യെസ്, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സാർ, ഹാസ്, ഹാവ്, ഹാഡ് ഇത് ഏതൊക്കെ ഇവിടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? സിംഗുലർ വരുമ്പോഴും പ്ലൂറൽ വരുമ്പോൾ അതൊന്ന് പറഞ്ഞു തരാമോ? അതെ, നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ് അത് മൂന്ന് ഓക്സിലിയറി വെർബ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കാം, ഹാസ്, ഹാവ് അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. അതായത് വർത്തമാന കാലത്ത് ഉണ്ട് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഹാസ് എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ ഹാസ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഷീ ഹാസ് ഗോൺ. ഷീ ഒരാളുള്ളൂ അല്ലെ, അപ്പൊ നമ്മൾ ഹാസ് എന്ന് ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നിങ്ങൾ ഹാവ് എന്ന് ഉപയോഗിക്കാം. ഷീ ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി മലയാളത്തില്? അവൾ പോയി കഴിഞ്ഞു അല്ലെങ്കിൽ പോയിട്ടുണ്ട്. ദേ ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ എന്താവും? അവർ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പോയി കഴിഞ്ഞു. ഇപ്പൊ കുറച്ചു മുമ്പ് പോയി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവർ ഇന്നലെ പോയി എന്നാണെങ്കിലോ നമ്മൾ എങ്ങനെ പറയും? ദേ വെന്റ് യെസ്റ്റർഡേ. അപ്പോ ഹാസിന്റെയും ഹാവിന്റെയും ഉപയോഗം അതാണ്. ഹാസ് പ്രസന്റ് ടൈമിനെ കാണിക്കുന്ന ഒന്നാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കുക. ഇനി ഹാഡ്, HAD, ഹാഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഉണ്ടായിരുന്നു. അത് പാസ്റ്റ് ടെൻസ് ആണ്. ഉണ്ടോ?
പാസ്റ്റ് ടെൻസ് ഓഫ് ഹാസ് ഓർ ഹാവ്, അതാണ് ഹാഡ്. സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അവതരിപ്പിക്കാനാണ് അത് ഉപയോഗിക്കാറ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ ടെൻസിന്റെ സ്ട്രക്ചർ നിങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എവിടെയെങ്കിലും എഴുതി വെക്കാം. കുറച്ച് ദിവസങ്ങളോളം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മറക്കില്ല. സാറേ ഇയർ വരുമ്പോ സിൻസും ബാക്കി മന്ത് ഒക്കെ വരുമ്പോ എങ്ങനെ ഫോർ ദ ലാസ്റ്റ് മന്ത് അങ്ങനെ പറയോ? ഇല്ല, ഫോർ ദ ലാസ്റ്റ് മന്ത് അല്ല. നമ്മളെ ഒരു എക്സാമ്പിൾ ജനുവരി എന്നുള്ളതൊരു മന്താണ് അല്ലേ? അപ്പോ അങ്ങനെ കൃത്യമായ ഒരു സമയമാണെങ്കിൽ സിൻസ് ഉപയോഗിക്കുക. ഇപ്പൊ സിൻസ് ജാനുവരി, സിൻസ് ഫെബ്രുവരി ഉണ്ടോ? ഫെബ്രുവരി ജാനുവരി എന്നൊക്കെ പറഞ്ഞ ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം ആണ്. പക്ഷെ 10 വർഷം എന്ന് പറഞ്ഞാൽ ഏത് 10 വർഷം എന്ന് നമുക്കറിയില്ല. അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ നമ്മൾ ഫോർ 10 years, ഫോർ 2 hours. ഇപ്പൊ സജിത് രാജ് 2 മണിക്കൂറായി നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ പറയും? സജിത് രാജ് ഹാസ് ബീൻ റീഡിങ് എ നോവൽ ഫോർ 2 hours. കഴിഞ്ഞ 2 മണിക്കൂറായി എന്ന് നമുക്ക് അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ ഫോർ ദ ലാസ്റ്റ് 2 hours എന്നും കൂടി നമുക്ക് ഉപയോഗിക്കാം. QUILT ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ ചെറുമെത്ത അല്ലെങ്കിൽ കോസടി. അപ്പൊ ഫോർ കഴിഞ്ഞിട്ട് ദാ വേണ്ടല്ലേ സാർ? അല്ല, ഫോർ ദ ലാസ്റ്റ്. നമ്മുടെ ഫോർ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇതുപോലെ ഫസ്റ്റ് ലാസ്റ്റ് അങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ താൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഇത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത് ശരിയാവുള്ളൂ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ശരിക്കും ടെൻസ് എന്ന് പറഞ്ഞ സംഭവം എല്ലാ ആൾക്കാരും ഹൃദയസ്ഥമാക്കാം. ഒന്ന് അതിന്റെ സ്ട്രക്ചർ, പാറ്റേൺ, പിന്നെ അതിന്റെ ഏതാനും ചില ഉപയോഗങ്ങൾ. ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മാസം 2 മാസക്കാലം ആ ഒരു സാധനം മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ ഉറക്കും. അല്ലാണ്ട് ഇത് ആർക്കും ഉറപ്പിക്കാൻ പറ്റില്ല. റെപ്പറ്റീഷൻ ആണ് എന്റെ പുറകിലെ ഏറ്റവും വലിയ സംഭവം. യെസ് സജിത്ത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെൻസ് എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സോട് കൂടി തീർക്കണം. കാരണം അതിൽ നിന്നാണ് നമുക്ക് നല്ല ചോദ്യങ്ങൾ വരണം. ഈ മറ്റേത് മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ ടെൻസ് അറിയണം. യെസ്, അജിത്തിന് സംശയമൊന്നുമില്ല. അജിത്തിന്റെ നാട് എവിടെ? തൊടുപുഴ. എവിടെ? തൊടുപുഴ. ഇല്ല, ഞാൻ ഇവിടെ ക്ലാസ്സിലാണ്. ഇവിടെ അക്കാദമിയില്. പെരുമ്പാടത്തുണ്ടാവും. എന്ത് സാധനമാണ്? വല്ല ടേപ്പാണോ? പ്ലാസ്റ്റർ പോലത്തെ? അവിടെ ഞാൻ ഒരു മിനിറ്റ് അങ്ങോട്ട് വിളിക്കാട്ടോ. ഞാൻ ക്ലാസ്സിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞോ? മ്യൂട്ട് ചെയ്തോ? യെസ്, ഓക്കെ. അപ്പൊ എനിക്കൊരു ഫോൺ വന്ന അതിന്റെ പേരിലാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ടെൻസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചോദിക്കട്ടെ എന്ന് കേട്ടോ. അപ്പോ നോ ഡൗട്ട്സ് അറ്റ് ഓൾ. നമ്മുടെ സമയമായി. നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
ഗുഡ് നൈറ്റ് സാർ. Thank you, sir. Thank you, sir. Thank you, sir. ഞാനേ എക്സ്പ്ലെയിൻ ചെയ്യണത് മനസ്സിലാവണില്ലേ ഇല്ലയോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയണം കേട്ടോ. ക്ലിയർ ആണ് സാർ. ഓക്കെ. സാറ് പറഞ്ഞ മനസ്സിലായി.